ബലൂൺ അടക്കം ഗ്ലാസ്സിൽ നിന്നും എടുക്കണം. ഓക്കെ, ടേക്ക് വൺ ടൈം എടുക്ക്, കാണാലോ. ഇത് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് മലർവാടി ബാലസംഗമം കോർഡിനേറ്റ് ചെയ്യുന്ന, ഇതിൻ്റെ കോർഡിനേഷൻ ആരാണ്? ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ പേര് മുഹമ്മദ് യൂനുസ്. ഞാൻ എരമംഗലം നാഗ്പുര സ്വദേശിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന, അതായത് LKG മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് മലർവാടി ബാലസംഘം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഓരോ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് മലർവാടി ബാലോത്സവം നമ്മൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം ഇവിടെ വെച്ച് പെരുമ്പടപ്പ് പ്രദേശത്തെ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്ന് ഏകദേശം 200ഓളം 195 കുട്ടികളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 200ഓളം കുട്ടികളുടെ ഒരു സംഗമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ സംഗമത്തിൻ്റെ ഇപ്രാവശ്യത്തെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് കളിയിലുണ്ട് കാര്യമെന്നാണ്. അതായത് ഓരോ കളികളിലും വ്യത്യസ്തമായ കഴിവുകൾ ആ കുട്ടി ആർജിച്ചെടുക്കുന്നു. കുട്ടി അറിയാതെ തന്നെ കുട്ടികളിൽ വ്യത്യസ്തമായ കഴിവുകൾ വർദ്ധിക്കുന്നു എന്നതാണ് ഈ കളിയുടെ പ്രത്യേകത. കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും അവയർനെസ് കൊടുക്കുന്നുണ്ടോ, മയക്കുമരുന്നിനെതിരെ അങ്ങനെയുള്ള? തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കുട്ടികളെ വിളിച്ചുകൊണ്ട് നമ്മളൊരു അവയർനെസ് നൽകി കഴിഞ്ഞു. മലർവാടിയെ പരിചയപ്പെടുത്തി നന്മയിൽ വളരുന്ന ഒരു സംഘമായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സത്യത്തിലും നീതിയിലും സമത്വത്തിലും സമഭാവനയിലും അധിഷ്ഠിതമായ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുക. സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ തിന്മകൾക്കെതിരെ, പ്രത്യേകിച്ച് മയക്കുമരുന്ന്, അതുപോലെ മദ്യം, ഇതിനൊക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. കുട്ടിയുടെ പേര് വാട്ടർ ഫില്ലിംഗ് എന്നാണ്. അതായത് കുട്ടിക്ക് നമ്മൾ ഒരു മിനിറ്റ് സമയം കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ ഒരു സ്പോഞ്ച് കൊടുക്കും. ആ സ്പോഞ്ചിൽ അവരവിടെ നിന്നും വെള്ളമെടുത്ത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ കുപ്പിയിൽ വന്ന് അവർ വെള്ളം നിറയ്ക്കണം. ഒരു മിനിറ്റിൽ അവർ എത്രമാത്രം പെർഫോം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അവർക്ക് നമ്മൾ മാർക്ക് കൊടുക്കും. ഈ കളിയെക്കൂടെ പേര് ഗോലിയ എന്നാണ്. അതായത് അവിടെ നമ്മൾ കുറച്ച് കോട്ടികൾ വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് സമയം കൊടുക്കും. ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ കുട്ടി കാലിൽ ഒരു കോട്ടി പിടിച്ചുകൊണ്ട് എത്രമാത്രം ഇവിടെ സംഘടിപ്പിച്ച് കൊണ്ടു വെക്കാൻ സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസിനാണ് നമ്മൾ 1 മുതൽ 15 വരെ മാർക്ക് കൊടുക്കുക. ടോട്ടൽ 20 മാർക്ക് കുട്ടിക്ക് സ്കോർ ചെയ്യാം. ഈ കളിയുടെ പേര് മോർ ബോൾസ് എന്നാണ്. ഇവിടെ നമ്മൾ 15ഓളം ബോൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് എത്രമാത്രം ബോൾ ഇതിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രമാത്രം അവർക്ക് ബോൾ കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ഇതിൻ്റെ ഈ കളിയുടെ പ്രത്യേകത. അതെല്ലാത്തിനും 1 മിനിറ്റാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. 20ഓളം ബോളുകൾ ഇതിൽ കിടക്കും. കളിച്ചോളൂ, കളിച്ചോളൂ. ബലൂൺ ഗ്ലാസ് എന്ന് പറയുന്ന ഈ കളി, കുട്ടിക്ക് നമ്മൾ ബലൂണ് കയ്യിൽ കൊടുക്കുന്നു. കുട്ടി വീർപ്പിച്ചുകൊണ്ട് അത് ഗ്ലാസ് ബലൂൺ അടക്കം ഗ്ലാസ്സിൽ നിന്നും എടുക്കണം. ഓക്കെ, ടേക്ക് വൺ ടൈം എടുക്ക്, കാണാലോ. ഇതാണ് അത് എടുക്കുന്നു. അടുത്തതും കുട്ടി എടുക്കണം. അങ്ങനെ എല്ലാം അതിൽ കീപ്പ് ചെയ്യാനുള്ള അവസരമാണ് കുട്ടിക്ക് നൽകുന്നത്. മെമ്മറി ജമ്പ് എന്ന് പറയുന്ന ഈ കളി, ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കുട്ടിക്ക് ഈ ഒരു കാർഡ് കൊടുക്കും. ഈ കാർഡ് കുട്ടി 1 മിനിറ്റ് വായിക്കണം. എന്നിട്ട് അവരുടെ മനസ്സിൽ ഇത് കീപ്പ് ചെയ്യണം. അതിനനുസരിച്ച് കുട്ടി അതിൽ സെൻറ്ററിൽ പോയി നിൽക്കുകയും അവരുടെ മനസ്സനുസരിച്ച് ഇവിടെ 4 എന്നതാണ്, ഈ ആദ്യം 4ലേക്ക് ചാടണം. അതിനുശേഷം 8ആണ്, അപ്പോൾ 8ലേക്ക് ചാടണം. പിന്നീട് 9 ആണെങ്കിൽ 9ലേക്ക് ചാടണം. പിന്നീട് ശതമാനമാണെങ്കിൽ ശതമാനത്തിലേക്ക് ചാടണം. അങ്ങനെ അനുസരിച്ചിട്ട് അവർക്ക് എത്രമാത്രം അത് മെമ്മറി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു മത്സരമാണ് മെമ്മറി ജമ്പിങ്. കളിയിലൂടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർത്തിയെടുക്കുക അല്ലേ. ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുന്ന ഈ കളി, ഇതിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ദുശ്ശീലങ്ങളും നല്ല ശീലങ്ങളുമായിട്ടുള്ള ചിത്രങ്ങളാണുള്ളത്. അപ്പോൾ ഒരു കുട്ടി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ദുശ്ശീലങ്ങൾ കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കുട്ടി ഇതിൽ നോക്കിയിട്ട് ദുശ്ശീലങ്ങൾ ഏതൊക്കെ വെച്ചാൽ അത് മാത്രം എടുക്കണം. ഇനി നല്ല ശീലങ്ങളാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ അത് മാത്രം നോക്കിയിട്ട് അത് അവരിൽ നിന്ന് അവർ സെലക്ട് ചെയ്യും. ഒന്നൊന്ന് കളിച്ചിട്ട് മോളെ ദുശ്ശീലങ്ങൾ മാത്രം നിർത്തുള്ളൂ. ഇത് ദുശ്ശീലങ്ങൾ ഏതൊക്കെ ഉള്ളത് അത് മാറ്റിക്കൊണ്ട് അതെന്താണെന്നുള്ളത് പറഞ്ഞോളൂ കേട്ടോ. ദുശ്ശീലങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അതെ.
ഓക്കെ, ബാക്കിയെല്ലാം നല്ല ശീലങ്ങളാണ്. നല്ല ശീലങ്ങൾ. കീപ് ഇറ്റ് അപ്പ്. മിറർ വാക്ക്. ഓക്കെ, മിറർ വാക്ക് എന്ന് പറയുന്ന ഈ കളി, കുട്ടിയുടെ കയ്യിൽ നമ്മൾ മിറർ കൊടുക്കും. കുട്ടി ഉയർത്തി പിടിക്കണം മിറർ, എന്നിട്ട് വരി തെറ്റാതെ അങ്ങറ്റം വരെ എത്തുക എന്നുള്ളതാണ് ഈ കളിയുടെ പ്രത്യേകത. കുട്ടിയുടെ ശ്രദ്ധ, മാനസികമായ വളർച്ചയ്ക്കാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് സേവ് ബോൾ. സേവ് ബോൾ. ഇതിൽ വ്യത്യസ്തമായ കളറിലുള്ള ബോളുകളാണ് ഉള്ളത്. അപ്പോൾ കുട്ടി ഒരു കളർ മാത്രം സെലക്ട് ചെയ്യും. ഇപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്ന കളർ സെലക്ട് ചെയ്ത കുട്ടി ഓറഞ്ച് അല്ലാത്ത മറ്റു മുഴുവൻ ബോളുകളെയും തട്ടിക്കളയണം. എന്നിട്ട് ആ ഓറഞ്ച് മാത്രം സേവ് ചെയ്യണം. അതാണ് സേവ് ബോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ടണൽ ക്രൗഡ്. ഈ കളിയുടെ പേര് ടണൽ ക്രൗഡ് എന്നാണ്. ടണൽ ക്രൗഡ് ഈ കാണുന്നത് തന്നെയാണ് ടണൽ. ഈ ടണലിലെ ഇതുപോലെ എവിടെയും ടച്ച് ചെയ്യാതെ, അവിടുത്തെ ഇവിടെ സംഗതിയൊക്കെ ഉണ്ട്, അതുപോലെ ഒന്നും ടച്ച് ചെയ്യാതെ കുട്ടി അപ്പുറത്തേക്ക്. ഒരു മിലിറ്ററി ട്രെയിനിങ് പോലെ. അതെ, ഓക്കെ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കളിയാണ്. മാർക്കറ്റിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ നമ്മളെ ന്യൂ ജനറേഷൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡൊക്കെ വ്യാപകമായ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ കുട്ടിക്ക് നമ്മൾ അരി വെച്ച് കൊടുത്താൽ ഈ അരി എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പോലും കുട്ടിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒക്കെ പേരുകൾ കുട്ടികൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ കളിയുടെ ഒരു പ്രത്യേകത. ഇവിടെ പയറ്, അതേപോലെ ഉലുവ, കടല, മണിക്കടല. കുട്ടികൾക്ക് അറിയാമോ? അവരെ കൊണ്ട് പറയിപ്പിക്കാവോ? കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് പേരൊന്ന് പറഞ്ഞു കൊടുക്കുമോ മക്കളെ? ഓരോന്നിൻ്റെ പേര് പറയൂ. ഉറക്കെ പറ. ഓക്കെ.